ഇമ്മാതിരി വർത്തമാനങ്ങൾ എല്ലാവരെടുക്കലും അവരുടെ ലോകമാന്യതയ്ക്ക് വേണ്ടി ദീനിന്റെ അടയാളങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നിസ്കരിക്കാൻ വന്നിട്ട് ദുആ ചെയ്തിട്ട് പോകുന്നവന്റെ പോക്കറ്റിൽ ലോട്ടറി ടിക്കറ്റുണ്ട്. ലോട്ടറി എത്രയോ ആളുകളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നമസ്കാരമുണ്ടോ? ഉണ്ട്. പക്ഷെ അതോടൊപ്പം പോക്കറ്റിൽ ലോട്ടറി ടിക്കറ്റുമുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട്. ദീനിന്റെ കർമ്മങ്ങളുണ്ടോ? യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈമാൻ എന്താ? ഈമാൻ എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാൻ എന്ന് പറഞ്ഞ അതിൽ 12 വകഭേദങ്ങളുണ്ടെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഈമാനിന് 12 വകഭേദങ്ങളുണ്ട്. 12 പറയാനുള്ള സമയമില്ല. അതിൽ ഏറ്റവും താഴ്ന്നത് പറയാം. ഏറ്റവും ഉയർന്നത് മുതൽ അല്ലാഹ് അല്ലാത്ത വേറൊരു ചിന്ത വന്നാൽ ഞാൻ മുർത്തദ്ദാന്ന് പറഞ്ഞ ഔലിയാക്കലുണ്ട്. അത് മുതൽ ഏറ്റവും താഴ്ന്ന അവസ്ഥ വരെ ഈമാൻ ഉണ്ടെങ്കിൽ അതിന്റെ അടയാളം എന്താ? ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ ജീവിതത്തിലെ രഹസ്യ ജീവിതത്തിൽ പേടിക്കുക. എന്നാൽ ലോകം നന്നായി. പൊന്നു ചെറുപ്പക്കാരെ, ഈമാൻ ഉണ്ടാകേണ്ടത് എവിടെ? അള്ളാഹിനെ പേടിച്ച് ജീവിക്കണം. അള്ളാഹിനെ പേടിക്കേണ്ടത് എവിടെയാ? അള്ളാഹിനെ പേടിക്കേണ്ടത് എവിടെയാ? രഹസ്യ ജീവിതത്തിൽ, പരസ്യ ജീവിതത്തിലല്ല. അഹമ്മദ് കബീർ വാക്കവി പരസ്യമായിട്ട് കള്ളു കുടിക്കില്ല. കാര്യം എന്താ? നാട്ടുകാരെന്ത് പറയും? അഹമ്മദ് കബീർ വാക്കവി പലിശ കൊടുക്കൂല. കാര്യം എന്താ? നാട്ടുകാരെന്ത് പറയും? അഹമ്മദ് കബീർ വാക്കവി പരസ്യമായിട്ട് ചീട്ട് കളിക്കൂല. കാരണം എന്താ? നാട്ടുകാരെന്ത് പറയും? നാട്ടിലെ പെണ്ണു ഈ പെരുന്തല്ലൂട് തലമറക്കാതെ നടക്കൂല. കാരണം എന്താ? നാട്ടുകാരെന്ത് പറയും? പക്ഷെ പെരുന്തല്ലൂർ വിട്ടാലോ? ഇവിടെ ആരെയാ പേടിക്കേണ്ടത്? ഇവിടെ ആരെയാ ഭയക്കേണ്ടത്? ഒരു യഥാർത്ഥ ഒരു ചിന്താഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണ്ടേ? ആ ഒരു ബോധം മനസ്സിലുണ്ടാവണ്ടേ? രഹസ്യ ജീവിതത്തിൽ മാത്രം പേടിച്ചാൽ മതിയോ? നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? അതെന്താണെന്ന് ഖുർആൻ പറയുന്ന വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ ജീവിതം എന്താ? ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അള്ളാഹിനെ പേടിയുണ്ടെന്ന് നീ പറയുകയും ചെയ്യും, അതോടൊപ്പം തന്നെ കുറുക്കന്റെ പണി നീ കാണിക്കുകയും ചെയ്യും. ഉമർ റളിയല്ലാഹു അൻഹു വാക്കാണ്, വലാ തറൂഖ് റൗഗാന സഅലബ്, അള്ളാഹുവിൽ വിശ്വസിക്കുകയും ഊളന്റെ പണി കാണിക്കുകയും ചെയ്യരുത് എന്ന് ഉമർ റളിയല്ലാഹു. ഊളൻ അറിഞ്ഞൂടെ? ഊളൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയാ? കുറുക്കനാണ്. അതേ ഊളനാ? ശരി, ആയിക്കോട്ടെ. അള്ളാഹ് ഞാനടുത്ത് അതിന് പോയി. അപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, ഖത്തീബ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ പറഞ്ഞു ഊളെന്ന് പറഞ്ഞ ആളുകൾ അങ്ങോട്ട് തലതല്ലിച്ചിരിക്കാൻ തുടങ്ങി. എന്തോ ഒരു ചിരി. ഊളെന്ന് പറഞ്ഞത് നാട് മൊത്തം അവിടെ തലതല്ലിച്ച്. ഞാൻ പറഞ്ഞു പടച്ചോമ്പര ഇപ്പൊ കെണിയല്ലപ്പോൾ എന്ത് പറ്റിയത്? ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റുമോ നോക്കി ഞാൻ താഴോട്ട് നോക്കി. അപ്പോൾ മുണ്ടൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഈ വാതിലിൻ്റെ ഇടയിലെങ്ങാനും ഇപ്പം അത് പോയിട്ട് ആളുകൾ ചിരിക്കണമെന്ന് ഞാൻ കരുതി. അതുമല്ല, ഖത്തീബൊക്കെ ഇരുന്ന് ഭയങ്കര ചിരി. അവസാനം ഇതെന്താണ് ഞാൻ വാത് പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ നാട്ടിലെ ഖത്തീബിനോട് ചോദിച്ചു, പൊന്നു പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ സ്റ്റേജിലുണ്ട് ഇതുപോലെ. ഞാൻ വെച്ചാൽ എന്താ ഖത്തീബ് ഉസ്താദേ ഊളെന്ന് പറയുമ്പോൾ ഈ നാട്ടുകാർ ഇവിടെ ചിരിക്കണം, എന്താ എന്തെങ്കിലും ഭാഷയിൽ വല്ല വ്യത്യാസം ഉണ്ടായിട്ടാണോ? അതിവിടെ വല്ല തെറിയോ വല്ലതും ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതൊന്നുമല്ല ഉസ്താദെ, കാര്യം സ്റ്റേജിലിരുന്ന പള്ളി പ്രസിഡന്റ് ഇരട്ടപ്പേര് ഊളെന്നാണ്. അതെനിക്കറിയില്ലല്ലോ. അതെനിക്ക് അപ്പൊ അതാ ഞാൻ പെട്ടെന്നല്ല എങ്ങാനും ഉണ്ടായി അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടായിപ്പോയാൽ തീർന്നില്ലേ? ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, കുറുക്കന്റെ പണി നീ കാണിക്കരുത്. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നതാ. നന്നായിട്ടൊന്ന് ചിന്തിക്കും. വെറുതെ തമാശയ്ക്ക് പറഞ്ഞതല്ല. കുറുക്കന്റെ ജോലി എന്താ? പണ്ടൊരു കുറുക്കന് പനി പിടിച്ച കുറുക്കൻ പുതപ്പും കൂടി ഗുഹയിൽ കിടന്നു. ആ സമയത്ത് കുറുക്കത്തി വന്നിട്ട് പറഞ്ഞു, ആളുകളുടെ പൊരുത്തമില്ലാത്ത സാധനം ഹറാമ് തിന്നുകൊണ്ടാണ് നിങ്ങൾക്ക് വയറിളക്കവും പനിയും വന്നതെന്ന് പറഞ്ഞു കുറുക്കത്തി. ആ സമയത്ത് കുറുക്കൻ പറഞ്ഞു, നീ എന്ത് വർത്താനേ പറഞ്ഞു? ആളുകളുടെ പൊരുത്തവും അനുവാദവും ഇല്ലാത്ത ഒരു സാധനം ഞാൻ ഇന്നേ വരെ തിന്നിട്ടില്ലെന്നാണ് ഈ കുറുക്കൻ. ആ സമയത്ത് കുറുക്കത്തി വെച്ചപ്പോൾ പാതിരാത്രി പോയിട്ട് കോഴിക്കൂട്ടിൽ കോഴിയെ മോട്ടിച്ചില്ലെന്നോ ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിച്ചു കുറുക്കത്തി. ആ സമയത്ത് കുറുക്കൻ പറഞ്ഞു, എല്ലാവരും അനുവാദവും പൊരുത്തവും തന്നിട്ട് ഞാൻ തിന്നണ ഒരു സാധനം ഉണ്ടെങ്കിൽ പാതിരാത്രി കോഴിയെ മോട്ടിച്ചിട്ട് തിന്നുന്നതാണെന്ന് പറഞ്ഞു കുറുക്കൻ. അപ്പോൾ കുറുക്കത്തി ചോദിച്ചു, അതെങ്ങനെയാ ശരിയാവുന്നതെന്ന് ചോദിച്ചപ്പോൾ കുറുക്കത്ത് പറഞ്ഞു, ഞാൻ പാതിരാ സമയമാകുമ്പോൾ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ പാത്തും പതുങ്ങിയും അവിടെ ആളുകൾ കോഴിയെ വളർത്തുന്ന കോഴിക്കൂടിൻ്റെ അടുക്കൽ ചെല്ലും. അവിടെ ചെന്നിട്ട് അവിടുത്തെ കോഴിക്കൂടിൻ്റെ പട്ടിയലിൻ്റെ ഇടയിലൂടെ ഞാൻ 2 കൈ കൊണ്ട് കോഴിയുടെ കാലിൽ പിടിക്കും പൊരുത്തം ചോദിക്കാൻ. കോഴി പൊരുത്തം തരുവത്തിൽ ശബ്ദം കൂടി പോകും. ആളുകളെല്ലാം കൂടെ ചാടി എഴുന്നേക്കും. ഉറക്കത്തിൽ നിന്നേക്കുന്ന വിളി കെട്ടി നിൽക്കുന്ന ആളുകൾ മുഴുവൻ ടോർച്ചും പടിയെടുത്തിട്ട് പറയും, പിടിയടാ 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 എന്ന് എല്ലാവരും പറയും. 1ഉം 2ഉം പറയുമ്പോൾ ഞാൻ കേട്ടിരിക്കും. എല്ലാവരും കൂടെ നിർബന്ധിക്കുമ്പോൾ ഞാനിങ്ങ് പിടിച്ചോണ്ട് വരുമെന്നോട് കൊടുക്കും.
ചാടുന്നവരെല്ലാം പിടിയടാ 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 എന്ന് പറയും. ഒന്ന് രണ്ടൊക്കെ ഞാൻ ക്ഷമിച്ചിരിക്കും, പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിക്കും, എങ്ങനെ പിടിച്ചോണ്ട് വരാതിരിക്കുക എന്ന് ചോദിച്ചു കുറുക്കൻ. ഇതേ അവസ്ഥയാണ് നമ്മുടെ സഹോദരങ്ങളുടെ പലിശ. രാവിലെ ഉമ്മ കുളിക്കാൻ വേണ്ടി കുളിമുറി കയറുമ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഉമ്മ വെച്ചിരിക്കുന്ന പൈസ ഇത്തിരി മോട്ടിച്ചോണ്ട് പോകും. ആ ഉമ്മ വെച്ചിരിക്കുന്ന എന്തിനാ? പള്ളിയിൽ അഹമ്മദ് കബീർ വാക്കി വരുമ്പോൾ ബക്കറ്റിലിടാനല്ല, വ്യാഴാഴ്ച മലയാള മനോരമ മേടിക്കുക ലോറിക്കാരൻ നോവലിന്റെ കഥ വായിക്കാൻ. ആ പൈസ മോട്ടിച്ചിട്ട് ഇപ്പം പെട്ടിക്കടയുടെ മുമ്പിൽ കൊണ്ടുപോയാൽ ഒരു കവർ കിട്ടും, 2 രൂപ കൊടുത്താ. ആ കവർ വാങ്ങിച്ചിട്ട് ആദ്യം അവനെ മൂല വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കൊരു ഗുണമുണ്ട്, ഊതിയോ തിന്നു. ആ പാൻപരാഗിന്റെ ഒരു കവർ ഉള്ളം കയ്യിലോട്ടിട്ട് ഒരൊറ്റ ഊതല, പൊടി മുഴുവനും പറന്നു പോകും, മത്തിന് മാത്രം ഇവിടെ കിടക്കും. അത് ചുരുട്ടി വെച്ച് ചുണ്ടിൻ്റെ ഇടയിലോട്ട് വെച്ചാൽ പിന്നെ അവൻ ഹാല് മുറാക്കബയാണ്, ദുനിയാവുമായിട്ടൊരു ബന്ധവുമില്ല. എല്ലാ മിക്ക ചെറുപ്പക്കാരുടെ കയ്യിലുമുണ്ട്. യഥാർത്ഥത്തിൽ ഇവരാരാ? ദീനുള്ളവരാ? നിസ്കാരമുണ്ടോ? നിസ്കാരമുള്ളവരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാൻ എന്താ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ ചോദിച്ചതെന്താ? യസ്തഗ്ഫൂന മിനന്നാസി വലാ യസ്തഗ്ഫൂന മിനല്ലാഹ് വഹുവ മഅഹും ഇദ് യുബയ്യിതൂന മാ ലാ യർദാ മിനൽ ഖൗൽ വകാന അല്ലാഹു ബിമാ യഅമലൂന മുഹീതാ. അല്ലാഹു ചോദിക്കുകയാണ്, എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടിയ ഒരു സൂചിയിട്ടാൽ കേൾക്കുന്ന നിശബ്ദതയോടെ ഈ വാക്കിന് വേണ്ടി കാത്തിരിക്കുന്ന 100 കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് ബസ് വാഹനം ഓടിച്ചിട്ട് വന്ന അങ്ങകലെ ചാവക്കാട് നിന്ന് എടക്കടിയൂരിനുണ്ട് വാഹനം വിളിച്ചിട്ട് ടെമ്പോ ട്രാവലർ ബുക്ക് ചെയ്തു വന്ന ആളുകളുണ്ട്. ചാവക്കാട് നിന്ന് വന്ന എന്റെ സുഹൃത്തുക്കളുണ്ട്. അങ്ങകലെ പെരിന്തൽമണ്ണ നിന്ന് ഉസ്താദേ വയനാട് നിന്ന് പോലും എത്തിയ സഹോദരങ്ങളുണ്ട്. എന്തിനാ വന്നതെന്തിനാ? വയനാടിന്റെ ചുരമിറങ്ങി വന്നതെന്തിനാ? ഒരു 2 മണിക്കൂർ പ്രസംഗം കേൾക്കാനാ? ഇത്രയും വലിയ ത്യാഗമെങ്കിൽ വന്നത് മുതലാവണം. തിരിച്ചു പോകുമ്പോൾ ജീവിതത്തിനൊരു ചിന്തയുണ്ടാകണം. അല്ലാഹു ചോദിക്കുകയാണ്, മനുഷ്യ യസ്തഗ്ഫൂന മിനന്നാസ്, ജനങ്ങളെ പേടിച്ചിട്ടാണോ നീ ജീവിക്കുന്നത്? എന്തേ നീ ജനങ്ങളെ ഭയപ്പെടുകയാണോ? പകൽമാനായിട്ട് തൊപ്പിയും വെച്ച് ദാടിയും വെച്ച് എന്നെ കുറിച്ചാ പറയുന്നത്? ആളുകളെ പുകഴ്ത്താൻ വേണ്ടി നീ ജീവിക്കുകയാണോ? എന്തേ വലാ യസ്തഗ്ഫൂന മിനല്ലാഹ്, പടച്ചറപ്പിനെ ഭയക്കാത്തതെന്താ? അല്ലാഹനെ ഭയക്കാത്തതെന്താ? അല്ലാഹനെ പേടിക്കാത്തതെന്താ? പാതിരാവിന്റെ നിശബ്ദതയിൽ പടച്ചറപ്പിനെ പേടിയില്ലാത്തതെന്താ? വകുവമാകും ഏറല്ലയാന്നറിയുമോ? അവനല്ലേ എപ്പോഴും നിന്റെ കൂടെയുള്ളത്. ആരുറങ്ങിയാലും അവൻ ഉറങ്ങില്ലല്ലോ, ആര് തളർന്നാലും അവൻ തളർന്നില്ലല്ലോ. 24 മണിക്കൂറും നിന്റെ കൂടെയുള്ള റബ്ബിനെ നീ ഭയക്കാറ്. ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ പകൽമാനായിട്ട് ജീവിക്കുന്നതെന്തിനാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഹൃദയത്തിൽ അല്ലാഹുവിനെ വിശ്വാസമുണ്ടോ? പടച്ചറപ്പിന്റെ സ്വർഗത്തിലോട്ട് കടന്നു പോകണോ? ആ സമയത്ത് അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത പരസ്യ ജീവിതത്തിലല്ല, രഹസ്യ ജീവിതത്തിലുണ്ടാകണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കവി പ്രസംഗിച്ചതുപോലെ പാതിരാ സമയത്ത് ഡിസംബർ 31 പാതിരാത്രിയിൽ നുരഞ്ഞു പൊന്തുന്ന ക്ലാസുകളുമായിട്ട് യേശു വിളിക്കുമ്പോ ആരും അറിയാതെ നാട്ടിലെ പെട്ടിക്കടകളെ പറയില് ബിയർ കുടിക്കാൻ ഒരുമിച്ച് കൂടുമ്പോ നാട്ടുകാരറിയുന്നുണ്ടാവില്ല, വീട്ടുകാരറിയുന്നുണ്ടാവില്ല. പക്ഷേ നിന്നെ പടച്ച തമ്പുരാൻ അറിയുന്നില്ലേ? ആരെ കണ്ണടഞ്ഞാലും അല്ലാഹുവിന്റെ കണ്ണടയില്ലല്ലോ. ആരറിഞ്ഞില്ലെങ്കിലും അല്ലാഹു അറിയുകയില്ലേ? വിശാലമായ മുന്തിരി തോപ്പിലൂടെ നടന്നു പോകുന്ന തൊഴിലാളിയോട് ഇതാരുടെ കഥയാ പറയുന്നത്? വിശാലമായ പാരാവാരം പോലെ പറന്നു കിടക്കുന്ന മുന്തിരി തോപ്പില് ഒരു ദിവസം യജമാനൻ കടന്നു വരികയാണ്. അടിമയോട് പറഞ്ഞു, അടിമയെ 1 കുല മുന്തിരി എടുക്കുക. അടിമ 1 കുല മുന്തിരി പറിച്ചുകൊണ്ട് യജമാനന്റെ കയ്യിൽ കൊടുത്തു. ആ സമയത്ത് യജമാനൻ നോക്കുമ്പോ മുന്തിരിക്ക് വല്ലാത്ത പുളിപ്പ്. ചവച്ചു തുപ്പിയിട്ട് മുമ്പിൽ നിൽക്കുന്ന അടിമയുടെ കരണത്താനടിച്ചിട്ട്, എത്ര നാളായിട്ട് എന്റെ തോട്ടത്തിന് ജോലി ചെയ്യുകയാ, പുളിയുള്ള മുന്തിരിയടാ പുളിയില്ലാത്ത മുന്തിരിയടാ നിനക്ക് തിരിച്ചറിയില്ലേ എന്ന് ചോദിക്കുമ്പോ അടികൊണ്ട കവിളും തടവിക്കൊണ്ട് യജമാനനോട് അടിമ പറഞ്ഞിരണ്ടാ, യജമാനനെ വിശാലമായ തോട്ടമേപ്പിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരാറില്ല. ആരുമില്ലാത്ത തോട്ടത്തിൽ വെള്ളം കോരി നനച്ച് ഞാൻ മുന്തിരിച്ചെടി വളർത്തിയിട്ട് ഇതേവരെ താഴെ വീണ മുന്തിരി പോലും ഞാൻ എടുത്ത് തിന്നു നോക്കിയിട്ടില്ല. കാരണം എന്തെന്നറിയോ? മുന്തിരി വളർത്താനാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്. മുന്തിരി തിന്നാൻ നിങ്ങൾ
പെണ്ണിന് കരുവാടം തരാത്തത് കൊണ്ട് ഇതേവരെ യജമാനനില്ലെങ്കിലും ശരി, ആരുമില്ലെങ്കിലും ശരി, പറിച്ചിട്ടല്ല. താഴെ കൊടിഞ്ഞു വീണ മുന്തിരി പോലും ഇതേവരെ ഞാൻ എടുത്ത് രുചിച്ചു നോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് പുളിയുള്ളടേടാ പുളിയില്ലാത്തതെന്നറിയില്ലെന്ന് പറഞ്ഞു കൊടുത്തു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ആരും വരാത്ത മുന്തിരിത്തോട്ടത്തില് വെള്ളം നനക്കുന്ന കൂലിപ്പണിക്കാരന് പടച്ചുറപ്പിനെ പേടിയുണ്ട്. വലിയ വേഷവിധാനം നടത്തി വലിയവൻ അവകാശപ്പെടുന്ന നമുക്ക് എവിടെയാ? അള്ളാനെ പേടിയുള്ളതെവിടെയാ? രഹസ്യ ജീവിതത്തിലല്ലേ പേടി വേണ്ടത്? രഹസ്യ ജീവിതത്തിലല്ലേ പേടി വേണ്ടത്? ആരുമില്ലാത്തപ്പോഴല്ലേ അള്ളാനെ കാണുന്നുള്ള ബോധമുണ്ടാകേണ്ടത്. ആ ബോധമാണ് ഈമാനെന്ന് അള്ളാന്റെ വിശുദ്ധ അള്ളാന്റെ ഖുർആൻ ഇത് പറയുമ്പോ ഒരു തുള്ളി പോലും ഹറാമ് കഴിക്കാറ് ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം വിശന്ന് കടന്നു വരുമ്പോ വിശപ്പ് കാരണത്താൽ കണ്ണ് കാണാൻ കഴിയില്ല. ആ സമയത്താണ് തന്റെ അടിമ കടന്നു വരുന്നത്. അടിമയോട് ചോദിച്ച് അടിമയൊരൽപ്പം ഭക്ഷണം തരുമോ? വിശന്നിട്ട് എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ഇസ്ലാമിന്റെ ഖലീഫയുടെ കഥയാണിത്. അടിമ പറഞ്ഞ് എന്റെ കയ്യിലൊരു കാരക്കയാണുള്ളത്, ആ കാരക്ക വാങ്ങിച്ചപ്പം വെള്ളം കുടിച്ച് വിശപ്പ് ശമിച്ചു. സഹോദരങ്ങളെ, വിശന്ന് പൊരിഞ്ഞിരിക്കുമ്പോ ഒരു കാരക്ക നിന്ന് വെള്ളം കുടിച്ചാൽ എന്ത് വിശപ്പ് മാറാനാ? വിശപ്പ് മാറിക്കഴിഞ്ഞപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു തആല ചിന്തിച്ചത്, അല്ലാഹുവേ ഇത് ഹലാലാണോ, ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ആ സമയത്ത് ചോദിച്ചടിമയോട് ഈ ഭക്ഷണം നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ? അയാള് പറഞ്ഞു കഹന്തൂനി കൗമിന് ഫഅതൂനി. ഞാനൊരു നാട്ടിലൂടെ നടന്നു പോകുമ്പോ ആ നാട്ടുകാരനോട് ലക്ഷണം നോക്കാൻ പറഞ്ഞു. ലക്ഷണം പറഞ്ഞു കൊടുത്തപ്പോ കിട്ടിയ പ്രതിഫലമാണിത്. അബൂബക്കർ റളിയല്ലാഹു തആല നിന്നെ നെഞ്ചു പടഞ്ഞു പോയി. അല്ലാഹുവേ, ഹറാമായ ജോലിയിലൂടെ കിട്ടിയ സമ്പാദ്യമല്ലേ, അതും ഹറാമല്ലേ? അറിയാറെന്റെ വയറ്റുള്ളിൽ ഹറാമ് കടന്നല്ലോ അല്ലാ. പൊന്ന് ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, ഹറാമുകള് പള്ളയിൽ നിറയ്ക്കുന്ന, മദ്യത്തിന്റെ കുപ്പി നിറയ്ക്കുന്ന, ചീട്ട് കളിക്കുന്ന, ആരുമറിയാതെ ഒന്ന് സിപ്പ് ചെയ്ത് നോക്കുന്നവര് കേട്ടുകൊള്ളുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നെ നെഞ്ചു തകർന്നു പോയി. അബൂബക്കർ റളിയല്ലാഹു തആല തന്റെ പള്ളക്കുള്ളിൽ ഒരു തുള്ളി വെള്ളം, ഒരു തുള്ളി ഹറാമ് ചെന്നെന്നറിഞ്ഞപ്പോ വിരലുകള് കൈത്തൊണ്ടയിലേക്ക് ഇട്ടിട്ട് ബലമായിട്ട് ഛർദ്ദിക്കാൻ തുടങ്ങി. എന്തിനാന്നറിയോ? ഛർദിച്ച് വയറ്റിനുള്ളിൽ ഒന്നുമില്ലാതെ ഒരു കാരക്കയും വെള്ളവും കുടിച്ചതിന്റെ പേരിൽ തൊണ്ടയിൽ വിരലിട്ട് ഛർദിച്ച് അവസാനം രക്തം ഛർദിക്കാൻ തുടങ്ങി. സഹാബത്ത് പറയുകയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു മരിച്ചു പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു പോയി. അവസാനം രക്തം ഛർദിച്ച് അവശനായി താഴെയിരുന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ 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 അല്ലാഹുവേ, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഈ അബൂബക്കർ അല്പം ഭക്ഷണം കഴിച്ചു പോയി. അല്ലാ, അത് ഹറാമാന്നറിഞ്ഞപ്പോ കടിയുന്നടുത്തോളം വിരലിട്ട് ഛർദിച്ച് വെളിയിൽ കളഞ്ഞിട്ടുണ്ട്. അബൂബക്കറിന്റെ മജ്ജയിലോ മാംസത്തിലോ ഒരൽപ്പം ഹറാമെങ്ങാനും കലർന്നു പോയാ അത് അബൂബക്കറിന് വെളിയിൽ കൊണ്ടുവരാൻ കഴിയില്ല. അല്ലാഹുവേ, എന്റെ രക്തത്തിലോ എന്റെ മാംസത്തിലോ ഈ കാരക്കയുടെ അംശം പതിഞ്ഞു പോയാ അതിന്റെ പേരിൽ നാളെ നിന്റെ സ്വർഗത്തിൽ നിന്ന് നീ എന്നെ പുറത്താക്കല്ലേ അല്ലാ എന്ന് പൊട്ടിക്കരഞ്ഞു പോയി ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പൊന്നു ചെറുപ്പക്കാരെ, പൊന്നു സഹോദരങ്ങളെ, സഹോദരിമാരെ, ആർക്കാ ചിന്തയുള്ളത്? പട്ടച്ചാരായം വിറ്റ പൈസയും ദഹിക്കും, പലിശക്കാരന്റെ പൈസയും ദഹിക്കും, കല്ല് കച്ചവടക്കാരന്റെയും ദഹിക്കും, ലോട്ടറിക്കാരന്റെയും ദഹിക്കും. എന്തിനു വേണ്ടിയാ വാരി തിന്നുന്നത്? എന്തിനു വേണ്ടിയാ ഈ കൂടപ്പറപ്പിന്റെയും പറ്റിച്ച് നിന്നത്? ഈ ദുനിയാവില് സുഖിക്കാനല്ലേ? ഒരു കോടിയുടെ ബംഗ്ലാവ് വെക്കാനല്ലേ? ഈ ദുനിയാവ് എന്താണ് നിങ്ങൾക്കറിയോ? ഏത് സാധനം നിർമ്മിച്ചാലും നിർമ്മാതാവ് പറയും ഈ സാധനം ഏറ്റവും നല്ല സാധനമാ. നിർമ്മാതാവ് തന്നെ പറയുന്നത് ഏറ്റവും നല്ല സാധനമാ. പക്ഷെ ലോകചരിത്രത്തിൽ സൃഷ്ടിച്ച നിർമ്മാതാവ് തന്നെ ഈ സാധനം മോശമാണെന്ന് പറഞ്ഞ ഒരേ ഒരു സാധനമേ ലോകത്തിലുള്ളൂ. അതേതെന്നറിയോ? വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ.
ഈ ദുനിയാവിനെ പടച്ച അള്ള പറയുകയാണ്, ഈ ദുനിയാവ് ഏറ്റവും മോശപ്പെട്ട സാധനമാണ്, ഇതിന്റെ അടുക്കലേക്ക് നിങ്ങൾ കടന്നു ചെല്ലല്ലേ. നിർമ്മിച്ച നിർമ്മാതാവ് തന്നെ മോശമാണെന്ന് പറഞ്ഞ ഒറ്റ സാധനമേ ഉള്ളൂ, അത് ഈ ദുനിയാവാണ്. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ സാധനത്തിന് വേണ്ടിയല്ലേ ഈ തത്രപ്പാട്. സർവ്വതും വാരി വലിച്ച് തിന്നുന്നതെന്താ? സർവ്വതും വാരി വലിച്ച് തിന്നുന്നത്, സർവ്വ ഹറാമും വാരി വെച്ച് തിന്നുന്നത് ജീവിയുടെ സ്വഭാവമാണ്. അതൊരു ജീവിയുടെ സ്വഭാവമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ജീവിയുടെ സ്വഭാവം കേട്ടോളി. അള്ളാഹു ഹറാമിൽ നിന്ന് സൂക്ഷിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. സ്വർഗം വേണം. ഹറാമിന്റെ ഒരു തുള്ളി പള്ളക്കുള്ളി പോയവന് വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം, അള്ളാഹുവിന്റെ സ്വർഗം കിട്ടില്ല. കുല്ലു മാലിൻ നബത്ത മിനൽ ഹറാമി ഫന്നാറു ലാബി. ഹറാമിൽ നിന്നുണ്ടായത് സർവ്വതും നരകത്തിലേക്ക് പോകും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു തൗബ ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ. കേട്ടിരിക്കും. ഇത് നിസ്സാരമല്ല, വളരെ ഗൗരവമേറിയ വിഷയമാണ് ഹറാം. അള്ളാഹു നാളെ സ്വർഗത്തിൽ ഒരു മനുഷ്യൻ അള്ളാഹു ഒരു പ്രതിഫലം കിട്ടും. ആ പ്രതിഫലം ലോകത്ത് ഒരിക്കലും കിട്ടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ സ്വർഗത്തിൽ ഒരു മനുഷ്യൻ അള്ളാഹു പ്രതിഫലം കൊടുക്കും. 3 കാര്യങ്ങൾ ചെയ്തവനല്ലാതെ വേറൊരുത്തന് ആ പ്രതിഫലം കിട്ടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് 3 കാര്യം പറഞ്ഞു തരട്ടെ. ചെയ്യോ? 100 കാര്യം പറഞ്ഞു തരാൻ ചെയ്യോ? എന്താ ഒരു ഇൻഷാ അല്ലാഹ് പറയാത്ത? 3 കാര്യം ചെയ്തവനെ ആ പ്രതിഫലം കിട്ടും, വേറൊരുത്തന് അത് കിട്ടില്ല. 3 കാര്യം ചെയ്യാൻ എളുപ്പമാണ് തരം. പറഞ്ഞുതരാൻ ചെയ്യോ? ഇങ്ങനെ വന്നിട്ട് വെറുതെ പോകാനല്ലല്ലോ. ഈ 3 കാര്യം ഓർക്കണം. അള്ളാഹു കബൂലാക്കട്ടെ. പോവാണ്. ഭാര്യയുടെയും തന്റെയും സുഖത്തിനു വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ ആദ്യത്തെ സദഖ അള്ളാഹു പൂർണ്ണ ശിഫ നൽകട്ടെ, പൂർണ്ണ ആരോഗ്യം നൽകട്ടെ. ആമീൻ പറയും. അള്ളാഹു ആരോഗ്യത്തോടെ ദീർഘായുഷ്യ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഇത് ശിഹാബ് തങ്ങൾ റിലീഫ് ഫണ്ടിലേക്കാണ്. ഇതിന്റെ ആദ്യത്തെ മുബാറക്കായ കൈകൊണ്ട് തന്നു. അള്ളാഹു അതിന് ബറക്കത്ത് നൽകട്ടെ. ഇൻഷാ അള്ളാഹ് എല്ലാ സഹോദരങ്ങളും ഇങ്ങ് വരും. അള്ളാഹു കബൂലാക്കട്ടെ. മനസ്സിലൊരാഗ്രഹം വെച്ച്, പിരിവൊന്നുമല്ല, ഞാൻ വിഷയം പറയാൻ പോവുകയാണ്. എല്ലാവരും മനസ്സിലൊരാഗ്രഹം വെച്ചിട്ട് അള്ളാഹു അത് സ്വീകരിക്കണം എന്ന ആഗ്രഹത്തോടെ. ഇത് ഉമർ ഉസ്താദ് അകലാട് പള്ളിയിലെ ഖത്തീബാണ്. എൻ്റെ ഏറ്റവും കൂടുതൽ സുഹൃത്താണ്, എൻ്റെ സഹോദരനാണ്, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ. അകലാട് പ്രസംഗം നിങ്ങൾ കേട്ടാൽ ഇത്ര സുന്ദരമായൊരു സദസ്സ് അടുത്ത കാലത്ത് തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായിട്ടില്ല. അത്രയും നല്ല അച്ചടക്കമുള്ള സദസ്സ്. അവിടുത്തെ 2 ദിവസത്തെ ലാസ്റ്റ് 2 ദിവസം ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഉമർ ഉസ്താദിനെ കാണാൻ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ 2 പെമ്മക്കളാണ്, കെട്ടിച്ചു വിടാൻ നിവർത്തിയില്ല, ഒരു ജോലിയുമില്ല, ഒരു വിസയ്ക്ക് വേണ്ടി കുറേ നാളുകൊണ്ട് നടക്കാൻ ഉസ്താദെ കിട്ടിയിട്ടില്ല. അവസാനം കബീർ ഉസ്താദിന്റെ വാതിന് വന്നപ്പോൾ ഉസ്താദ് പറഞ്ഞു, നല്ല ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് സദക്ക ദുആ ചെയ്യാമെന്ന്. അന്ന് ആ 2 ദിവസത്തെ ദുആയിൽ പങ്കെടുത്തു. ഉസ്താദെ വാതിൽ കഴിഞ്ഞ് 3ാമത്തെ ദിവസം വിസ കയ്യിൽ കിട്ടി. കാണിക്കാൻ വേണ്ടി വന്നു ഉമർ ഉസ്താദ് സാക്ഷിയാണ്. ഈ ദുആ അല്ലാഹ് കബൂലാക്കാതിരുന്നിട്ടില്ല. ഞാൻ ഇന്ന് ഉമർ ഉസ്താദിന് എൻ്റെ മൊബൈലിൽ ഒരു മെസ്സേജ് കാണിച്ചത്, ഫോൺ വിളിച്ചിട്ട് എടുക്കാണ്ട് ഉസ്താദെ കാസർഗോഡ് നിന്ന്, എന്താ സഹോദരൻ്റെ പേര്, യൂസുഫ് സഹോദരനാണ്, 6666 നേർച്ചയാക്കിയത് ഉസ്താദെ. 19 വർഷമായി കുട്ടികളില്ലാത്ത എൻ്റെ സഹോദരിക്ക് വേണ്ടിയായിരുന്നു, സഹോദരി ഗർഭിണിയായി എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു തന്നു. ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും മനസ്സിലൊരു നിയ്യത്ത് വെച്ച്, അല്ലാഹു ഈ കാര്യം എനിക്ക് സാധിക്കണമെന്ന ആഗ്രഹത്തോടെ ഈ ബക്കറ്റിലേക്ക് സദക്കകൾ നൽകി. അല്ലാഹുവേ പടച്ചവനെ, ഇവർ സദക്ക ചെയ്യുമ്പോൾ ഏതാഗ്രഹമാണോ അത് നീ സബലീകരിച്ചു കൊടുക്കണേ അല്ലാഹുവേ. ഏത് കാര്യത്തിനാണോ തടസ്സമുള്ളത് മാറ്റി കൊടുക്കണേ അല്ലാഹുവേ. രോഗികളാണെങ്കിൽ രോഗത്തിന് ശിഫ നൽകണേ തമ്പുരാനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരും ഒഴിവാകരുത്. ഇൻഷാ അല്ലാഹ് നമുക്കിത് അവസാനം ദുആ ചെയ്ത് പിരിയേണ്ടതുണ്ട്. അല്ലാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നാം ഏവരെയും സ്വീകരിക്കും. ഏത് 2 താക്കോല് കളഞ്ഞു കിട്ടി.